ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ഇതിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ ഇന്നൊരു അടാറ് പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാണ്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2-3 ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ പുഡിങ് ഒഴിക്കാനുള്ള മോൾഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ചതുരത്തിലുള്ള ഒരു ഗ്ലാസ്സാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള മോൾഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതിലേക്ക് ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് പുഡിംഗ് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. മക്കൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഒരുപാട് ആളൊന്നും ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം 2 ചെറിയ ഗ്ലാസ്സിലാക്കിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് മെയിനായിട്ട് ഞാൻ ചേർക്കുന്നത് കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml ഒരു കപ്പിൽ ആണ് കേട്ടോ 1 കപ്പ് പാലെടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഈ ഒരു കസ്റ്റേർഡ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പാൽ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്കാണ് ഒഴിക്കുമ്പോൾ കസ്റ്റേർഡ് പൗഡർ കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയാണ് ഞാൻ തീ ഓൺ ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കസ്റ്റേർഡ് പൗഡറും കോൺഫ്ലോറൊക്കെ ഏതായാലും നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അടിക്ക് പിടിക്കുമല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഞാൻ 4 ടേബിൾ സ്പൂണാട്ടോ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/4 കപ്പാണ്. പുഡിംഗ് ആകുമ്പോൾ കുറച്ച് മധുരം മുന്നിലേക്ക് നിൽക്കണമല്ലോ. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ മധുരം വേണ്ടി വരും. അപ്പോൾ അത് 4 ടേബിൾ അല്ലെങ്കിൽ 1/4 കപ്പ്. 4 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1/4 കപ്പാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതില്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാവും. നിങ്ങളിതിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയൊക്കെ ആയിട്ട് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബദാം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ വാനില ഫ്ലേവറിലല്ലാത്ത കസ്റ്റേർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ വാനില എസൻസും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2-3 ചേരുവ എന്ന് പറയാനുള്ള കാരണം നമുക്കിതിലേക്ക് മെയിനായിട്ട് കസ്റ്റേർഡ് പൗഡറും പഞ്ചസാരയും പാലും മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഞാൻ ചേർക്കുന്ന എല്ലാം ഓപ്ഷണലാണ്. ടേസ്റ്റ് വൈസ് ഒന്ന് ക്രഞ്ചി ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബദാം ചോപ്പ് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് കണ്ടോ. അതിങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, നല്ല തിക്കായിട്ടില്ല. അപ്പോൾ അത്രയും ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കും. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. 2ലും ഞാൻ ഈക്വലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. ഇത് 1 കപ്പ് പാൽ വെച്ചിട്ടില്ല നമ്മൾ തയ്യാറാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ 2 കപ്പ് പാലൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്ക് എടുത്ത് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് കൂടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വല്ല ഫംഗ്ഷൻ നമ്മൾ വീട്ടിൽ കുറഞ്ഞ ആളുകളൊക്കെ വരുന്ന പ്രോഗ്രാമിനൊക്കെ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള മോൾഡിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ കഴിക്കാനായിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നല്ല ഭംഗി മാത്രമല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. പിന്നെ ഇതിന് എക്സ്ട്രാ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു പുഡിങ്ങിനെ ഞാനൊന്ന് മൊഞ്ചാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതിയായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ ലുക്കിനൊക്കെ വേണ്ടി മാത്രമാണ് കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ഡെക്കറേഷന് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് കാണാൻ ഒന്നുകൂടെ മുഞ്ചു കൂടിയില്ലേ, അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ, ഒരു ഫോട്ടോ ലുക്കിന് വേണ്ടി മാത്രം ചെയ്തതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം. പക്ഷേ ഇതൊന്നും ഇല്ലാഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾ ഇത് കാലിയാക്കി, അവർക്ക് മാത്രം ഉണ്ടാക്കി ഒരുപാട് ബാക്കിയാവാൻ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അവരപ്പോൾ തന്നെ അത് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. നല്ല ക്രഞ്ചി ഫീലും ബദാമൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രഞ്ചി ഫീലും കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കൂ, ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്